السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, നൂറെ മദീന അതിന്റെ ക്ലാസ് കേൾക്കുന്ന മുഹിബ്ബീങ്ങളെ, ഖാദിമീങ്ങളെ, വേണ്ടപ്പെട്ടവരെ, അല്ലാഹു തആല ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു റയ്യാൻ എന്നുള്ളതായ വാതിലിനോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്ന സഹോദര സഹോദരിമാരെ, എന്റെ ഇന്നത്തെ വിഷയം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറയുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ ഇസ്തിഗ്ഫാറിലാണ് തുറന്നു കൊടുക്കുന്നത്. പരിശുദ്ധ റമദാനിൽ ദുആ ചെയ്യണം. ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ത് ഉൾപ്പെട്ടില്ലെങ്കിലും ദുആയിൽ മർമ്മമായിട്ട് ദുആ ചെയ്യണം. ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ദുആ ചെയ്യേണ്ട മാസം പരിശുദ്ധ റമദാനാണ്. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസം പരിശുദ്ധ റമദാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വഹാബിയത്ത് പരക്കുന്നതിന് മുമ്പ് തന്നെ സ്വാലിഹീങ്ങളായ സലഫു സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ നോമ്പുകാലത്ത് ചൊല്ലിയിരുന്നതായ ദുആ, 5 വക്ത് നിസ്കരിച്ചതിന് ശേഷം 5 വക്ത് നിസ്കാരത്തിന്റെ ദുആക്ക് ശേഷവും അല്ലാത്തപ്പോഴും അവർ ചൊല്ലിക്കൊണ്ടിരുന്നതായ ദുആ ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നോക്ക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ്, അതിന് ശേഷമല്ലേ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ദുആ ഏറ്റവും മർമ്മ, ദുആയിലെ ഏറ്റവും വലിയ മർമ്മമാണല്ലോ ഇസ്തിഗ്ഫാർ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഹദീസിൽ പറയുന്നു, ലാ യമല്ലല്ലാഹു അനിൽ മഗ്ഫിറ ഹത്താ യമല്ലൽ അബ്ദു അനിൽ ഇസ്തിഗ്ഫാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ ഹിയയിൽ ഈ ഹദീസ് പറയുന്നത് കാണാം, വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു ലാ യമല്ലല്ലാഹു അനിൽ മഗ്ഫിറ, അല്ലാഹു പുറത്തു കൊടുക്കാൻ മടി കാണിക്കൂല. അടിമ പൊറുക്കലിനെ തൊട്ട് ഇസ്തിഗ്ഫാറിനെ തൊട്ട് മടി കാണിക്കുന്ന കാലത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലിട്ട് അല്ലാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചാൽ അല്ലാഹു പെട്ടെന്നാണ് ഉത്തരം നൽകുന്നത്. വളരെ പ്രാധാന്യമാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ആ ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ട് എന്തെല്ലാം കിട്ടി. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി, വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുത്തു. അതല്ലേ നിക്കാഹിന്റെ തുടക്കത്തിന്റെ മുമ്പ് പഴയകാലമുള്ള ഉസ്താദ്മാർ, അവർ നിക്കാഹിന്റെ മുമ്പ് സീഗത്ത് ചെല്ലുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഇത് മക്കളുണ്ടാവാൻ കാരണമാകും. പയ്യക്ക് ഉസ്താദ് അല്ലാഹു തആല അവരുടെ ഖബർ, അവരുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചൊല്ലി കൊടുക്കുമ്പോൾ, നിക്കാഹിന്റെ തുടക്കത്തിൽ നിക്കാഹിന്റെ സീഗ ചൊല്ലി കൊടുക്കുമ്പോൾ, അഖദിന്റെ ചൊല്ലി കൊടുക്കുമ്പോൾ പറയാറുമായിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറാണ്. മുത്തുനബി തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ
100 മറ ഔ 70 മറ. ദോഷം ചെയ്യാത്ത ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത മുത്തുനബി എല്ലാ ദിവസവും 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ ഇസ്തിഗ്ഫാറിലോടുകൂടിയാണ് തുറക്കുന്ന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഴയകാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ച് മുത്തുനബിയോട് സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, അയാളുടെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ നിന്ന് പറഞ്ഞ് ഫമാ ഖാല ലീ ഫീ ഉംരിഹി റബ്ബി ഗ്ഫിർലി, അയാളുടെ ജീവിതത്തിൽ റബ്ബി ഗ്ഫിർലി എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അയാളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കു മുത്തുമോമിനീങ്ങളെ, ആരാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകാശങ്ങളിൽ സുജൂദ് ചെയ്തതെനിക്ക് കണക്കും കഴിയില്ല. ഒരുപാട് സുജൂദ് ചെയ്ത മനുഷ്യനാണ്. ആരാണ് ഇബ്ലീസ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ കാന റഫീഖൻ, അതായത് കൂട്ടുകാരനാണ്. ആര്? സ്വർഗം കാക്കുന്ന മലക്കുണ്ടല്ലോ, റിദ്വാൻ അലൈഹിസ്സലാം. ആ സ്വർഗം കാക്കുന്ന മലക്കിന്റെ കൂട്ടുകാരനാണ് ആര്? ഇബ്ലീസ്. അയാൾ എന്താ ചെയ്തത്? അയാളുടെ ഇബ്ലീസിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ഇസ്തിഗ്ഫാർ പോലും എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല ആരാ? ഇബ്ലീസ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ അല്ലാഹു തആലാക്ക് വല്ലാത്ത ഇഷ്ടാണ്. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. പുറത്തു കൊടുക്കാം. അല്ലാഹു എത്ര തെറ്റ് ചെയ്യുകയാണ്, എത്രയോ തെറ്റ് ചെയ്തു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വിട്ടുപോകലിനെ തേടാം. നോക്ക്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഅബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം. ഈ ബൈത്ത് ചൊല്ലി ചൊല്ലി നടന്നത് കൊണ്ടാണ് ഒരുപാട് സലഫ് സ്വാലിഹീങ്ങളായ സ്വാലിഹീങ്ങൾ നന്നായത്. അവരുടെ തൗബ ഇതാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഫിർദൗസ് എന്നുള്ള സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് അധികാരമില്ല. ആരാ പറഞ്ഞ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് എന്നുള്ള സ്വർഗത്തിന് ചോദിക്കുക. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരം നിലനിർത്തൂ, ദായിമാക്കോ. 5 വക്ത് നിസ്കാരം നിസ്കരിച്ചവർക്ക് അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ അനന്തരമായി എടുക്കുന്നത് ഫിർദൗസ് എന്നുള്ളതായ സ്വർഗമാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ ഓരോ അതിന്റെ ഉയർച്ചയും അതിന്റെ തട്ടും അതിന്റെ വിശാലതയും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനോട് പറയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണേ. അള്ളാഹുവിനോട് പറയും. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. മുത്തുനബിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയേ? അപ്പൊ പറഞ്ഞു, നീ ലാ തഗ്ളബ്, നീ ചൊടിക്കരുതേ, നീ ചൊടിക്കരുതേ, ചൊടിക്കരുത്, ചൊടിയുണ്ടാക്കരുതേ. അപ്പൊ പറഞ്ഞു, ഇതെനിക്ക് സാധിക്കൂല അല്ലാഹ്, ഇതെനിക്ക് സാധിക്കില്ല. അപ്പൊ പറഞ്ഞു, അപ്പലാണ് എന്താ പറഞ്ഞ നോക്ക്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ സഹാബിനോട് മുത്തുനബി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് കുല്ല യൗമിൻ ബഅദ സ്വലാത്തിൽ അസ്രി 70 മറ. അസർ നിസ്കരിച്ചതിന് ശേഷം 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ ഇസ്തിഗ്ഫാർ ചൊല്ല്. എന്നാൽ 70 കൊല്ലത്തെ ദോഷത്തെ അല്ലാഹു തആല പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. അയാൾ ചോദിച്ചു, 70 കൊല്ലത്തെ ദോഷമില്ലെങ്കിലോ? അപ്പോഴാണ് പറഞ്ഞ്, നിന്റെ ഉമ്മാന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. 70 ദോഷത്തെ എന്റെ ഉമ്മാന്റെ ദോഷമില്ലെങ്കിലോ? എന്നാൽ
എന്നാൽ യഗ്ഫിറുല്ലാഹു ലിഅഖാരിബിക, നിന്റെ കുടുംബക്കാരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. എന്ത് ചൊല്ലണം? അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ പറയാ, ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുആ ചെയ്യാ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് അസിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട്, ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ദുആ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ.